ടാറ്റയുടെ എല്ലാ വെഹിക്കിൾസും നമുക്ക് ഓരോ എലമെന്റ്സ് കൊടുത്തിട്ടുണ്ട് അനിമൽസിന്റെ. സോ ഇതിൽ ഒരു ഫേസ് ലിഫ്റ്റുള്ള ജനറേഷൻ ചെയ്ത് വിളിക്കാൻ സാധിക്കും. അത്രയധികം മാറ്റങ്ങളോടെയാണ് ഈ ഒരു വെഹിക്കിൾ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സി വെന്റ് ശരിക്കും ഒരു ക്യാബിൻ ഓറിയന്റഡ് ആണ്. അവിടെ ഒരു AC വെന്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ട് കുറച്ച് വൈഡ് നിൽക്കുന്ന രീതിയിലാണ് 50 വരെ ഫീച്ചേഴ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിലൊന്നാണ് ടാറ്റ. ശരിക്കും സേഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്തും ഇന്ത്യൻ ഓട്ടോമൊബൈലിനെ കുറിച്ച് പറയുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ ആകെ വരുന്ന ഒരു പേരാണ് ടാറ്റ. സോ ഇന്നത്തെ വീട്ടിൽ എൻ്റെ കൂടെ ഉള്ളത് ടാറ്റ എന്ന ബ്രാൻഡിൻ്റെ എൻട്രി ലെവൽ ഹാച്ച് ബാക്ക് ആയ ടാറ്റ ടിയാഗോ ആണ് എൻ്റെ കൂടെ ഉള്ളത്. ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ്. ശരിക്കും ഫേസ് ലിഫ്റ്റുള്ള ജനറേഷൻ ചെയ്ത് വിളിക്കാൻ സാധിക്കും. അത്രയധികം മാറ്റങ്ങളോടെയാണ് ഈ ഒരു വെഹിക്കിൾ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ എന്തൊക്കെ ഫീച്ചേഴ്സ്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു, എന്തൊക്കെ ചേഞ്ചുകളൊന്നും ജസ്റ്റ് നോക്കിയിട്ട് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് ഹൃദ്യമായി സ്വാഗതം. സോ ലെറ്റ്സ് മൂവ് ദ ഫുൾ വീഡിയോ ഓഫ് ടാറ്റ ടിയാഗോ ന്യൂ ഫേസ് ലിഫ്റ്റ്. സോ ഫൈനലി ഇതാണ് ന്യൂ ജനറേഷൻ ടാറ്റ ടിയാഗോ വരുന്നത്. ശരിക്കും ടാറ്റ ടിയാഗോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും എൻട്രി ലെവലിൽ മേടിക്കാൻ പറ്റിയ ഒരു ഹാഷ് ബാക്കിൽ ഒന്നാണ് ടാറ്റ ടിയാഗോ. സോ ടാറ്റ എന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാടധികം സേഫ്റ്റി പര ഫീച്ചേഴ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡിലൊന്നാണ് ടാറ്റ. ശരിക്കും സേഫ്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ. അത്രയധികം ഫാൻ ബേസാണ് ഇന്ത്യയിൽ ടാറ്റ എന്ന ഈ ഒരു ബ്രാൻഡിനുള്ളത്. ശരിക്കും ടാറ്റ ഓരോ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഓരോ കളർ തീമും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാടധികം ഫാൻ ബേസാണ് ഒരു കളർ തീമിന് വന്നുള്ളത്. സോ നമ്മൾ കണ്ടുപിടിക്കുന്ന പുതിയ ടാറ്റ ടിയാഗോയിൽ വന്ന ഒരു കളർ തീമാണ്. ഒരുപാട് കളേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടാറ്റ പുതിയ ടിയാഗോയിൽ. സോ ലെറ്റ്സ് മൂവ് ദ ഫുൾ വീഡിയോ ഓഫ് ടാറ്റ ടിയാഗോ ന്യൂ ജനറേഷൻ. സോ ലെറ്റ്സ് മൂവ് ദ ഫ്രണ്ട് പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ എന്നത്. സോ ഫ്രണ്ടിൽ തന്നെ പുതിയ ചേഞ്ച് വന്നുള്ളത് ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. ഒരു 360 ക്യാമറ സപ്പോർട്ട് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുണ്ട്. നേരെ താഴെ സ്പോർട്ടി വൈഡർ ഗ്രിൽ യൂണിറ്റാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ നേരെ താഴെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ നമുക്കൊരു ലിപ്പ് പോർഷനും കാണാനായിട്ട് സാധിക്കും. സോ ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ എലമെൻറ്റ്സും പോയിട്ടുണ്ട്. സോ ഈ ഒരു വെഹിക്കിളിൽ മെയിൻ അട്രാക്റ്റീവ് ഫീൽ കൊടുക്കുന്നത് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ്. സോ നേരെ ഹെഡ്ലൈറ്റിൽ പോകുന്ന സമയത്ത് സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. ലെക്സ് ബീം LED ലാംപ്സ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നത്. സോ DRL യൂണിറ്റ് ഈ ഒരു പോർഷനിലും കാണാനായിട്ട് സാധിക്കും. സോ നേരെ താഴെയാണ് ഫോഗ് ലാമ്പ് വന്നുള്ളത്. കണ്ടോ, ഒരു L ഷേപ്പിലാണ് ഫോഗ് ലാമ്പ് ഹൗസിങ് കൊടുത്തത്. ഫോഗ് ലാമ്പ് യൂണിറ്റ് ഈ ഒരു താഴെ പോർഷനിലാണ് കൊടുത്തുള്ളത്. അത്യാവശ്യം നല്ല അട്രാക്റ്റീവ് ഫീലാണ് ഇതിൻ്റെ ഒരു ഗ്രിൽ പോർഷൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ. ഈ ഒരു ഹുഡും അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഹുഡാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. വൈപ്പർ യൂണിറ്റും നമുക്കത് കാണാൻ സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ, ന്യൂ ജനറേഷൻ ഫ്രണ്ട് പ്രൊഫൈൽ. സോ ഇതാണ് ഓവറോൾ വന്നുള്ളത്. സോ ലെറ്റ്സ് മൂവ് ദ സൈഡ് പ്രൊഫൈൽ. സോ സൈഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു അലോയ് വീൽസ് ആണ്. കണ്ടോ, ഒരു 15 ഇഞ്ച് വീൽസാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. 4 സ്പോക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു അലോയ് വീൽസ് ഒരു ഡുവൽ ടോൺ കളേഴ്സൊക്കെ കൊടുത്തുള്ളത്. ഭയങ്കര അട്രാക്റ്റീവ് ഫീലാണ് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും ഒരു ഗൺ മെറ്റാലിക് ഫിനിഷും കാണുന്ന സമയത്ത്. സോ ഈ ഒരു വീൽ ആർച്ചസ് റീസൈക്കിൾ മെറ്റീരിയൽ കൊണ്ട് ബിൽഡ് ചെയ്ത വീൽ ആർച്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. ശരിക്കും പ്ലസ് പോയിൻ്റ് ആയിട്ട് എടുത്ത് പറയാൻ സാധിക്കും ആ ഒരു എലമെൻറ്റ്സ്. സോ സൈഡ് വ്യൂ മിറേഴ്സ്, ടോപ്പിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും നേരെ താഴെ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലാംപ്സ് കാണാൻ സാധിക്കും. 10 ഇൻഡിക്കേറ്റേഴ്സ് ലാംപ്സ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നേരെ താഴെ ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ സൈഡ് വ്യൂ വിഷ്വൽസ് ആണ് ക്യാമറ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഡോർ ഹാൻഡിൽ ഒരു ക്രോമിയം പ്ലേറ്റോട് വരുന്ന ഡോർ ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് റിക്കോസൻസ് പാറ്റേൺസും നമുക്കൊരു ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും. ഈ ഒരു പില്ലോസൊക്കെ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. 15 ഇഞ്ച് 4 സ്പോക്ക് വീൽ, ബട്ട് ഡ്രം ബ്രേക്സ് ആണ് ഇതിൻ്റെ റിയറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓഫ് ദ ടാറ്റ ടിയാഗോ റിയർ പ്രൊഫൈൽ. സോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ടൈലാം യൂണിറ്റ് ആണ്. ഒരു കണക്റ്റഡ് ടൈലാം യൂണിറ്റ് കൊടുത്തത്. ബട്ട് ഈ ഒരു എലമെൻറ്റ് ഇലുമിനേറ്റ് ഫംഗ്ഷൻ ഇല്ല. സോ നിങ്ങൾ ആക്സറീസ് ആയിട്ട് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഷോറൂമിൽ നിന്ന് ഇൻബിൽഡ് ആക്സറീസ് അവൈലബിൾ ആണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ടൈലാം യൂണിറ്റ് വരുന്നത്. ഹാലോ ലൈറ്റ് ബഡ് ടൈലാം യൂണിറ്റ് ആണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ നേരെ താഴെ ടിയാഗോൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോണ്ടും അത്യാവശ്യം അട്രാക്റ്റീവ് രീതിയിലാണ് ഫോണ്ട് വന്നത്. സോ മുന്നത്തെ മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫോണ്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. സോ റിയറിൽ പാർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും. റിവേഴ്സ് ലാമ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ യൂണിറ്റും നമുക്കൊരു റിയറിൽ കാണാൻ സാധിക്കും. ടാറ്റ ലോഗോ, ഡിഫോഗ് ലൈൻസ്, ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിനി, റിയർ വൈപ്പേഴ്സും നമ്മുടെ റിയറിൽ വന്നിട്ടുണ്ട്. ഒരു ഡുവൽ ടോൺ കളർ കാരണം അത്യാവശ്യം അട്രാക്റ്റീവ് കളർ തീമാണ് ഇത് കൊടുത്തുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റും കളേഴ്സാണ് ടാറ്റ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ
ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബൂട്ട് കപ്പാസിറ്റി ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. സോ ഇതിന് ടൂൾ കിറ്റും പിന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. താഴെ സ്പെയർ വീലും മൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെയാണ് സ്പെയർ വീൽ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ രണ്ട് സൈഡിലും ഹുക്ക് കൊടുത്തിട്ടുണ്ട്. 5 kg വരെ നമുക്ക് കെട്ടിവെക്കാനുള്ള ഹുക്കും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാനുവലി ക്ലോസ് ചെയ്യണ ടെയിൽ ഗേറ്റ് യൂണിറ്റ്. സോ ഇതാണ് ഓവറോൾ ഇത് എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു എക്സ്റ്റീരിയറെ കുറിച്ച് അഭിപ്രായം, നിങ്ങൾ ഒപ്പീനിയൻ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയാം. സോ നമുക്ക് നേരെ ഇൻറ്റീരിയർ കണ്ടു നോക്കാം. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ. ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഡുവൽ ടോൺ കളർന്ന് പറയാൻ പറ്റും ഈ ഒരു കളർ തീമിന്. ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് എന്ന് കണ്ടു തുടങ്ങാം. ഒരു ഡുവൽ ടോൺ കളറിലാണ് ഡോർ പാഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു എലമെൻറ്റ്സ് ഒക്കെ ടാറ്റ സിയറിൽ കണ്ട എലമെൻറ്റ്സ് ആണ് ഈ ഒരു വെഹിക്കിളും വന്നിട്ടുണ്ട്. ടാറ്റ ടിയാഗോയിൽ നേരെ താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, കുറച്ച് സ്റ്റോറേജ് സ്പേസ് ഇവിടെയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ എല്ലാ വെഹിക്കിൾസും നമുക്ക് ഓരോ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട് അനിമൽസിൻ്റെ. സോ ഇതിൽ ഒരു സ്ക്വിറലിൻ്റെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. സോ എന്തുകൊണ്ട് ടാറ്റ ഈ ഒരു എലമെൻറ്റ്സ് കൊടുക്കുന്നു അതൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഡോർ ലോക്ക് അൺലോക്കും ഹാൻഡിലും ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഈ ഒരു പോർഷനിൽ വന്നുള്ളത്. സോ നേരെ നമുക്ക് അകത്തോട്ട് ഇരുന്ന് നോക്കാം. സോ അകത്താണ് കൂടുതലും ഫങ്ഷൻസ് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ സീറ്റ്സ്, മാനുവലി കൺട്രോൾ ചെയ്യുന്ന സീറ്റ്സൊക്കെ കൊടുത്തിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ ഒരു സീറ്റിലിങ് വന്നിട്ടുണ്ട്. സോ ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയുള്ളത് നിങ്ങളുടെ പ്രീമിയം ക്വാളിറ്റിയും ഒരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിലാണ് ഇതിലൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ക്രൂയിസ് കൺട്രോൾ, ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ഓപ്ഷൻസ് ആണ് ഈ ഒരു പോർഷനിൽ വന്നുള്ളത്. ലെഫ്റ്റ് സൈഡിൽ മീഡിയ കൺട്രോൾ ബട്ടൺസ് ആണ് ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ വൈപ്പർ കൺട്രോൾ, ഹെഡ്ലൈറ്റ് കൺട്രോൾ ഈ ഒരു പോർഷനിലും വന്നിട്ടുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സും ഈ ഒരു പോർഷനിലാണ് വന്നുള്ളത്. സോ നെക്സ്റ്റ് ക്ലസ്റ്റർ യൂണിറ്റ്, ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് ആണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. ഒരുപാടധികം ഇൻഫർമേഷൻസ് നമുക്ക് ഒരു ക്ലസ്റ്ററിൽ അറിയാണ്ട് സാധിക്കും. സോ ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ്. സോ ഇൻഫോടൈം സിസ്റ്റം പുതിയത് ചേഞ്ച് ചെയ്ത് ഇൻഫോടൈം സിസ്റ്റമാണ്. അത്യാവശ്യം കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സിൽ ഒരു ഇൻഫോടൈം സിസ്റ്റം കൊടുത്തുള്ളത്. ടാറ്റ കണക്ട് പോലത്തെ ഒരുപാടധികം ഫീച്ചേഴ്സ് ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റിലുണ്ട്. സോ കണക്റ്റഡ് മീൻസ് നമുക്ക് ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഓരോ ഓപ്ഷൻസ് നമുക്ക് ഫോണിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഈ ഒരു വെഹിക്കിളിനെ കുറിച്ചല്ലേ. എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, ഫോണിൽ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നേരെ താഴെ AC വെൻ്റ് കാണാൻ സാധിക്കും. സോ ഇവിടെ കുറച്ച് ഡെമ്മി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് സ്വിച്ച്, ലോക്ക് അൺലോക്കും, 360 ഡിഗ്രി ക്യാമറ. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറ യൂണിറ്റാണ് ഒരു വെഹിക്കിൾ വന്നുള്ളത്. സൈഡ് പ്രൊഫൈൽ, റൈറ്റ് സൈഡ് ആൻഡ് റിയർ പ്രൊഫൈൽ, അത്യാവശ്യം നല്ല കണ്ടിന്യൂറ്റി ഫീച്ചേഴ്സും. സോ അതുപോലെ തന്നെ ക്യാമറ യൂണിറ്റ് ക്വാളിറ്റിയും അത്യാവശ്യം ഒരു വെഹിക്കിൾ വരുന്നുണ്ട്. 3D കണ്ടോ, നല്ല ക്വാളിറ്റിയിലൊരു ക്യാമറ യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. സോ നേരെ താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC പ്ലസ് പോയിൻറ്റ്. സോ ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോൺ വെക്കുള്ള നോർമൽ ഹോൾഡറാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്ന് വേറെ ചേഞ്ച് ആണ്, ഗിയർ നോബ് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ഗിയർ നോബാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഭയങ്കര അട്രാക്റ്റീവ് സ്പോർട്ടി ഫീലാണ് ഇതിന് ഗിയർ നോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ കീ നോർമലി കണ്ടിരുന്ന സെയിം കീ ആണ് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സ്, ഇവിടെ ഒരു വാട്ടർ ബോട്ടിൻ്റെ ഒരു എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വിറലിൻ്റെ ഒരു എലമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. സോ ഇത് എന്താണെന്ന് അറിയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മേലെ ഹാൻഡ് ബ്രേക്ക്, ഹാൻഡ്രസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും ഒരു 2 വാട്ടർ ചാർജിങ് സോക്കറ്റും കാണാനായിട്ട് സാധിക്കും. ഗ്ലോ ബോക്സിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ ഗ്ലോ ബോക്സ് വന്നിട്ടുള്ളത്. സിനറിലെ AC വെൻറ്റ് ശരിക്കും ഒരു ക്യാബിൻ ഓറിയൻറ്റഡ് ആണ്. അവിടെ ഒരു AC വെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അങ്ങോട്ട് കുറച്ച് വൈഡ് നിൽക്കുന്ന രീതിയിലാണ് ഒരു AC വെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ റിവർ മിറേഴ്സ്, മാലു ഡിമൈന് റിവർ മിറേഴ്സ് ആണ് വന്നുള്ളത്. സൺഷെയ്ഡ്, ജസ്റ്റ് പോക്കറ്റ് ഹോൾഡർ, പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. റീഡിങ് ലാംപ്സും ഈ ഒരു വെഹിക്കിളിൽ വന്നിട്ടുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു കോപ്പിറ്റിനെ കുറിച്ച് പറയുന്നത്. സോ നേരെ സെക്കൻഡ് റോ കണ്ടിട്ട് വരാം. സോ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോയാണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. ഒരു ക്യാബിൻ സ്പേസ് ഉണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് ഒരു സെക്കൻഡ് റോയിൽ ലഭിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് എന്ന് കണ്ടു തുടങ്ങാം. ഇവിടെയും ഡുവൽ ടോൺ കളേഴ്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ടാറ്റ സിയറിൽ കണ്ട എലമെൻറ്റ്സ് ഈ പോർഷനിലും സെക്കൻഡ് റോയിൽ ഡോർ പാഡിലും വന്നിട്ടുണ്ട്. നേരെ താഴെ വാട്ടർ ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നേരെ അകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ കണ്ടോ ഇത്രയധികം ലെഗ് റൂം എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഹെഡ് റൂം ആയാലും അത്യാവശ്യം ഹെഡ് റൂമും കംഫർട്ടബിളി ഇരിക്കാൻ പറ്റിയൊരു സീറ്റ്സാണ് കൊടുത്തത്. കണ്ടോ അത്യാവശ്യം നല്ല കംഫർട്ടബിളി ഈ ഒരു സീറ്റിൽ ഇരിക്കാൻ സാധിക്കും. തൈസപ്പൊക്കെ
അത്യാവശ്യം എക്സ്റ്റൻഡ് ആയ കാരണം നല്ല കംഫർട്ടബിൾ സീറ്റ്സ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നുള്ളത്. സോ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റിയർ AC വെൻറ്റ് കാണാൻ സാധിക്കും. നേരെ താഴെ സീപോർട്ട് ചാർജിങ് സോക്കറ്റും ഒരു റിയറിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസും കംഫർട്ടബിൾ ഓറിയൻറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. ഫയൽ പോക്കറ്റ് 2 ഫയൽ പോക്കറ്റാണ് വന്നിട്ടുള്ളത്. സോ ടോട്ടൽ 4 പോക്കറ്റ്, അത്രയധികം സ്പേസ് ആണ് വന്നിട്ടുള്ളത്. സോ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് 2 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു പെട്രോൾ എഞ്ചിനും CNG ഓപ്ഷനിലും ഈ ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 1.2 ലിറ്റർ പെട്രോൾ റെവട്രോൺ നാച്ചുറലി ആസ്പിറേഡ് എഞ്ചിനാണ്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറൗണ്ട് 86 bhp പവറും 130 Nm ടോർക്കാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം പെർഫോമൻസ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ CNG ഓപ്ഷൻ ആണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജും നമുക്ക് തരും CNG ഓപ്ഷനിൽ. സോ ഇതാണ് ഓവറൊരു എഞ്ചിൻ ബേ എന്ന് പറയുന്നത്. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ന്യൂ ടാറ്റ ടിയാഗോയുടെ വിശേഷങ്ങൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മോർ ഡീറ്റെയിൽസ് മലപ്പുറത്ത് തന്നെ ഏറ്റവും വലിയ ടാറ്റ ഡീലറെ ലെക്സോൺ ടാറ്റയുമായി ബന്ധപ്പെടുക. ഇവിടെ അത്യാവശ്യം ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഓണം പ്രമാണിച്ച് ഒരുപാടധികം ഓഫേഴ്സാണ് ഈ ഒരു ഷോറൂമിൽ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. സോ ഡോണ്ട് വേസ്റ്റ് ടൈം, പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ബുക്കിങ്ങിലും അവരെ കോൺടാക്ട് ചെയ്യാം. സോ സീ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെറിയ ബ്രേക്ക്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.